ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മസ്റ്റ് ഡേറ്റ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ എപ്പിസോഡ് നമ്പർ 10 ആണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിതിനും ജഗനും കൂടിയിട്ട് താരനെ കാറിലേക്ക് എടുത്ത് വെക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് രണ്ടും കൂടി വഴക്കുണ്ടാക്കുന്നുണ്ട്. നിതിൻ പറഞ്ഞു, നീ പൊക്കോ, ഇനി ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞു, വേണ്ട വേണ്ട, നീ അടിയിൽ കയറി കളിക്കുന്ന അത്ര നല്ലതല്ലേ, ഞാനും കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് ജഗൻ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് താര പറയുന്നുണ്ട്, ഇറങ്ങിപ്പോ രണ്ടും കൂടി, മനുഷ്യന് തൊര്യം തരില്ല, മര്യാദയ്ക്ക് തല്ലുകൂടാണ്ട് വണ്ടി ഓടിച്ച് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് വണ്ടിയിൽ പോകുന്ന സമയത്ത് ജഗൻ പറയുന്നത്, എന്താ ഇത്, ഒരു പാട്ടിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചപ്പോൾ എന്താ കുഴപ്പം, ഒരു പാട്ടിടാൻ പറയുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട്, എന്ത് ഞാൻ പാടിയാൽ മതിയോ, നീ ശരിക്കും പാടുമോ എന്ന് ചോദിച്ചാൽ അവർ രണ്ടുപേരും കൂടി വീണ്ടും കലിപ്പിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിതിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും താരേനെ മറ്റേ നടുവിലെ മിറർ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട്, ഇങ്ങനെ നീ വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ റോട്ടിലേക്ക് ആരും നോക്കും, ഞാൻ നോക്കണോ, മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തുന്ന സമയത്ത് ശാലുമ വാലോർക്കുന്നുണ്ട്. ശാലുമ വാലോർക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്. ശാലുമ ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട്, ഹൈ ഫീവർ ആണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശാലുമ നിതിനോട് പറയുന്നുണ്ട്, ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാം, കാലത്ത് ഇവളൊന്നും കഴിച്ചിട്ടില്ല, സോ നീ ആ കഞ്ഞി ഒന്ന് കൊടുക്കുക, അപ്പോഴത്തേക്കും ഞാൻ മരുന്നെടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിതിൻ താരയ്ക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ജഗൻ പറയുന്നുണ്ട്, ഓ സെയിൻ ഉണ്ടായിരുന്നാൽ കൂടി ഇങ്ങനെ നോക്കില്ലായിരുന്നു, ഇപ്പം എന്തൊരു കെയറിങ്ങാ എന്ന് പറയുന്ന സമയത്ത് അപ്പം അതറിയാം എന്നിട്ടാണ് ഇങ്ങനെ പറയണേ എന്നുള്ളത് നിതിനും പറയുന്നുണ്ട്. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ട് നിതിൻ താരനെ പുതപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട്, ഹൈ ഫീവർ, ഇനി പുതപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവൾക്ക് ചൂട് കൂടുള്ളൂ എന്നും പറഞ്ഞ് വീണ്ടും ആ പുതപ്പെടുത്ത് വലിച്ചിടുന്നുണ്ട്. അപ്പം നിതിൻ പറയുന്നുണ്ട്, നീ മര്യാദക്കിരിക്കും, ഇത് തണുത്തിട്ടാണ് അവളിരിക്കുന്നത്, അവൾക്ക് പുതപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവളെ വീണ്ടും പുതപ്പിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി പുതപ്പിൻ്റെ പേരിൽ അവളെ കടി പിടികൂടാണ്. ഒരാൾ വന്ന് പുതപ്പിക്കും, അടുത്ത ആളത് മാറ്റിക്കളയും. അങ്ങനെ ലാസ്റ്റ് പുതപ്പ് വലിച്ച് രണ്ടും കൂടി കടിപിടി കൂടുന്ന സമയത്തേക്ക് ശാലുമ വന്നിട്ട് പറഞ്ഞു, എന്ത് നിങ്ങൾ ഈ ചെയ്യണം, ഞാൻ തന്നെ നോക്കിക്കൊണ്ട്, രണ്ടുമൊന്നും വേറെ എല്ലാവരും പോയി ഒന്ന് സമാധാനത്തിലിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ശാലുമ അവൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി കിട്ടിയ അവസരത്തിൽ ഇരുന്ന് അങ്ങോട്ട് അടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടെണ്ണം കൂടി താരയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, ബേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇതിന് പറയുന്നുണ്ട്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്, സോ ഞാൻ അതാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് ജഗൻ പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്, എനിക്കറിയാം ഉണ്ടാക്കാം, ഞാൻ അവിടെ ഫ്രാൻസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കേക്ക് കഴിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു, ഞാൻ അത്ര അടിപൊളിയായിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാൾ ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളി വിടുന്നുണ്ട്. കണ്ടാലും മതി രണ്ടും കൂടി കാട്ടിക്കൂട്ടണേ. നിതിൻ പിന്നെയും കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ജഗനെ കണ്ടാൽ മതി, ജഗനും ഇതിനും കൂടി അടി ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കാണ്ട് രണ്ടും കൂടി ബേക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അത് അവനിലൊക്കെ കയറ്റി വെക്കുന്നുണ്ട്. വെപ്പ് കണ്ടാലും മതി, മുകളിലിരിക്കുന്നത് ജഗൻ്റെയാണ്, ജഗൻ്റെ ചെരിഞ്ഞും വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്തോ പൊട്ടണ സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ താര ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതേപോലെ തന്നെ ശാലുമയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. ശാലുമ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കിച്ചണൊക്കെ കൊളായല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ടെണ്ണം എന്താ ബിസ്ക്കറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട്. നോക്കിയാൽ തന്നെ കാണാം രണ്ടും കുളിച്ചിരിക്കുകയാണ് പൊടിയിൽ. അങ്ങനെ രണ്ടും കൂടി ആ ബിസ്ക്കറ്റ് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബോബീനെ ആണെങ്കിൽ സെയിൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതേ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളത് ബോബി പറയുന്നുണ്ട്. അവർ തമ്മിൽ എന്താണെന്നുള്ളത് അറിയില്ല. ആൻഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ താര സെയിൻ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെയിൻ്റെ മെസ്സേജൊന്നും കാണാതെ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ടായിരുന്നു. അവൾ അതാലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ രണ്ടെണ്ണം കൂടിയിട്ട് വീണ്ടും അടിക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണ്. പാത്രം കഴുകണമെന്നുള്ള പേരിൽ അങ്ങോട്ട് കൊട്ടി ആ പാത്രം ആകെ നശിപ്പിക്കുന്നുണ്ട് ജഗൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നിതിൻ്റെ അടുത്ത് ജഗത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ, എനിക്കുള്ളത് നല്ല രീതിയിൽ അറിയാം, നീ ഒരു നല്ല ഫ്രണ്ടായിട്ടാണോ ഇവിടെ വന്നിരിക്കണേ, അത് മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ താരയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കുക, ഞാൻ സത്യം പറഞ്ഞാൽ നീ എന്നെ ജഡ്ജ് ചെയ്യും, എന്നെ കുറ്റം പറയും എന്നല്ലാണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകണില്ല, സോ ഞാൻ നിൻ്റെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അതേ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, കാരണം നീ ഇങ്ങനെ കെയർ ചെയ്ത് എവിടേക്കാണ് പോണേന്നുള്ളത് എനിക്കറിയാമെന്ന് ജഗനും പറയുന്നുണ്ട്. ആ സമയത്ത് ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്തിനാണ് വന്നിരിക്കണേ, നിന്നെ നോക്കാൻ താരനെ നോക്കാൻ വേണ്ടിയിട്ട് ജെയിൻ പറഞ്ഞിട്ടുണ്ടോ, ഡ്രോപ്പ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഡ്രോപ്പ് ചെയ്തല്ലോ, പിന്നെ എന്തിനാണ് നീ വന്നിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് നിതിൻ്റെ അടുത്ത് ജഗൻ പറയുന്നുണ്ട്, ഞാൻ നിൽക്കും, കാരണം നിന്നെപ്പോലെ ഒരാളെ അവളുടെ അടുത്ത് വിട്ടിട്ട് പോകാൻ എനിക്ക് ധൈര്യമില്ല,
കാരണം നീ അത്രയും മോശം വ്യക്തിയാണെന്ന്. സമയത്ത് ജഗൻ പറയുന്നുണ്ട് ഞാൻ അവളുടെ ഫ്രണ്ടാണ്, സോ ഞാൻ അവൾക്ക് വേണ്ടി നിൽക്കുന്ന പറയുന്ന സമയത്ത് നിതിൻ ചോദിക്കുന്നുണ്ട് എത്ര നാളായി, 2-3 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ഞാനാണെന്നുണ്ടെങ്കിൽ 3 വർഷമായിട്ട് അവളുടെ ഫ്രണ്ടാണ്, സോ എനിക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി അടികൂടാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ താര വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിസ്സ ഓർഡർ ചെയ്തിട്ട് വിശക്കുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞിട്ട് എല്ലാം കൂടി പിസ്സയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഡംഷൽ ആർട്സൊക്കെ കളിക്കുന്നുണ്ട്. ആ സമയത്ത് നിതിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്നാലും നിതിനും ജഗനും തമ്മിൽ ആ സമയത്ത് വടിയാണ് കേട്ടോ, രണ്ടുപേരും ആണ് മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഡംഷൽ ആർട്സ് കളിക്കുന്നുണ്ട്. ആ സമയത്ത് നിതിൻ കളിക്കുമ്പോൾ ജഗൻ കളിയാക്കുന്നുണ്ട്, ജഗൻ കളിക്കുമ്പോൾ നിതിൻ കളിയാക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് താര നിതിനെ നോക്കുന്നുണ്ട്, നിതിനെ നോക്കി വിചാരിക്കുന്നുണ്ട് 3 വർഷമായാണ് എൻ്റെ കൂടെ, ഇതുവരെയും അവൻ എന്നെ വിട്ടുകൊടുത്തിട്ടില്ല, അവൻ എപ്പോഴും എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ നിതിനെ നോക്കിയിട്ട് താര വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജഗനാണ് വരുന്നത്. ജഗൻ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അറ്റ്ലാസ്റ്റ് അവന് ഉത്തരമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് താര ജഗനെയും കുറിച്ച് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ജഗൻ ഞാനുമായിട്ട് പരിചയപ്പെട്ടിട്ട്. ആദ്യം എനിക്ക് അവന് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് എന്നൊക്കെ താര വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവന്മാർ രണ്ടുപേരും കൂടി പോവാൻ നിൽക്കുവാണ്. ആ സമയത്ത് താരനോട് പറയുന്നുണ്ട് സൂക്ഷിച്ചോളൂ, ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ എന്നൊക്കെ രണ്ടും പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് താരയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിൻ്റെ മെസ്സേജൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. സെയിൻ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ആൻഡ് സെയിന് നീ ചെയ്ത വളരെ മോശം കാര്യമാണ്, ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് താര മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് സെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ജഗനാണെന്നുണ്ടെങ്കിൽ റിവറിൻ്റെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റിവർ പറയുന്നുണ്ട് ഇത് വളരെ മോശമാണ് ജഗൻ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. റിവർ പറയുന്നുണ്ട് നീ വളരെ ഓവറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് പറയുമ്പോഴത്തേക്കും ജഗൻ പറയുന്നുണ്ട് 1 മിനിറ്റ് അവൾക്ക് മെസ്സേജ് അയക്കാൻ മറന്നുപോയി, ഞാൻ പോയി മെസ്സേജ് അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നുണ്ട്. ആ സമയത്ത് റിവർ വിചാരിക്കുന്നുണ്ട് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്ര ദൂരെ പോകുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് താര മെസ്സേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ജഗൻ പറഞ്ഞത് ഇതാണ്, നീ വിഷമിക്കണ്ട, പനിയൊക്കെ നാളത്തേക്ക് മാറും, നാളെ മാറിയില്ല എന്നുണ്ടെങ്കിൽ കോളേജിലേക്ക് വരാൻ നിൽക്കണ്ട, ആൻഡ് ഓൾസോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട, ഞാൻ നാളെ വന്ന് കാണാം, ആൻഡ് നീ ഭയങ്കര പ്രഷ്യസ് ആണ്, പിന്നെ ഓവർ തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജഗൻ വന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. താര അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താര നോക്കുമ്പോൾ അവളുടെ ഡോർ ഇങ്ങനെ പതിയെ തുറക്കുന്നുണ്ട്. താര പേടിക്കുന്നുണ്ട്. താര ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് റിപ്ലൈ ഒന്നുമില്ല. താര സൂക്ഷിച്ച് നോക്കുമ്പോൾ നിതിനാണ് വന്നിട്ടുള്ളത്. താര ചോദിക്കുന്നുണ്ട് നിതിൻ നീ എന്താ ഇവിടെ ഈ ഇരുട്ടത്ത് രാത്രി വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിതിനൊന്നും പറയുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിതിൻ താരയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിതിൻ താരനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഇത് ഞാൻ അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലയോ എനിക്കൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇപ്പോൾ തൊട്ടല്ല പണ്ട് തൊട്ടേ എനിക്കിഷ്ടമാണ്, പക്ഷെ അത് പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ സെയിൻ കയറി വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ പറയണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ നീ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താരയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ താരനോട് സെയിൻ കുറേ വട്ടമായിട്ട് പറയുന്നുണ്ട് നിതിൻ അത്ര ഇതല്ല എന്നുള്ളത്, പക്ഷേ താര ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. താരയ്ക്കാണെങ്കിൽ വിഷമമാണോ സങ്കടമാണോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നിതിൻ പറയുന്നത് എനിക്ക് അറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്, പക്ഷേ എനിക്ക് എൻ്റെ ഫീലിങ്സ് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താരയുടെ ഫോണിലേക്ക് സെയിൻ്റെ കോള് വരുന്നതായി കാണിക്കുന്നുണ്ട്. താര അത് അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഓൾസോ നിങ്ങളിവിടെ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കേടാ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.